അദ്ദേഹം ഇവിടെ തന്നെ ആയിരുന്നു. ഈ 2-ാം ഡിവിഷനിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, പല ആളുകളും കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ പോയാലും അദ്ദേഹം ഇവിടെ വരണം. രാത്രി ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ കിടാക്കളെ കാണണം. ഒന്ന് അസനി, ഒന്ന് KP ഖാലിദ്, ഒന്ന് കമലി മൈദീൻ, ഇങ്ങനെയുള്ളതായ ആളുകളെ കൂടിയാണ് മൂപ്പരെ കൂട്ടുകെട്ടും കിടപ്പും ഇരിപ്പൊക്കെ. എപ്പോഴും ആര് വന്ന് കൊണ്ടുപോയാലും അപ്പം തന്നെ ഇങ്ങോട്ട് വരും, കൊച്ചിയിലോട്ട്. എന്തിനാണ് മെഹബൂബ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ വകയാക്കാർ ചോദിച്ചാൽ പറയുക, എനിക്കിവിടെ വന്നാലും ഉറക്കം കിട്ടുള്ളൂ ഇവിടെ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. 1953 വെടിവെപ്പ് കഴിഞ്ഞന്ന് പോലീസ് പട്ടാളമൊക്കെ വന്നപ്പം ഇതിൻ്റെ പുറത്ത് ചാരി നിന്നിട്ട് എഴുതി തന്ന പാട്ടുണ്ട്. ഉരയ്ക്കുന്നു ഞങ്ങൾ മാന്യരാം ദേശ സഖാക്കളെ, ഉത്ബോധത്തോടെ ഞങ്ങളും ഉണർത്തുന്നു നിങ്ങളെ. കാട്ടാളരാം മുതലാളികൾ കാട്ടിക്കൂട്ടുന്നു. കാട്ടാളരാം മുതലാളികൾ കാട്ടിക്കൂട്ടുന്നു. പരിതാപയാതനയിൽ കിടന്നുഴലുന്ന സഖാവേ, ഉത്ബോധത്തോടെ ഞങ്ങളും ഉണർത്തുന്നു നിങ്ങളെ. കോൺഗ്രസ്സുകാരാം മർദ്ദിതരെ കോമാളിത്തങ്ങൾ. കോൺഗ്രസ്സുകാരാം മർദ്ദിതരെ കോമാളിത്തങ്ങൾ. കൊള്ളായ്മകൾ അറിയുന്നത് ദേശനിവാസി സഖാവേ, കൊള്ളായ്മകൾ അറിയുന്നത് ദേശനിവാസി സഖാവേ, ഉത്ബോധത്തോടെ ഞങ്ങളും ഉണർത്തുന്നു നിങ്ങളെ. ഇടത് ജനാധിപത്യത്തിൽ അണിനിരന്നോരായി ഐക്യജനാധിപത്യത്തിൽ അണിനിരന്നോരായി കേഴുന്നു ഞങ്ങളും താങ്കളെ തിരുമുമ്പിൽ നിന്നോരാം. കേഴുന്നു ഞങ്ങളും താങ്കളെ തിരുമുമ്പിൽ നിന്നോരാം. ഉത്ബോധത്തോടെ ഞങ്ങളും ഉണർത്തുന്നു നിങ്ങളെ. നാടിനു വേണ്ടി, നാടിനു വേണ്ടി, നാടിനു വേണ്ടി, നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, പടനായകരെ, ആയിരമായിരം ഓശാന നിങ്ങൾ, ആയിരമായിരം ഓശാന. നാടിനു വേണ്ടി, നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ, നായകരെ, പടനായകരെ, ആയിരമായിരം ഓശാന നിങ്ങൾ, ആയിരമായിരം ഓശാന. ഗാന്ധി പിറന്നൊരു നാടാണ് ഇത്, ശാന്തി നിറഞ്ഞൊരു നാടാണ്. ഗാന്ധി പിറന്നൊരു നാടാണ് ഇത്, ശാന്തി നിറഞ്ഞൊരു നാടാണ്. ത്യാഗത്തിൻ
ഭാരത ജനനീ ജനയിത്രീ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ പടനായകരെ ആയിരമായിരം ഓശാന നിങ്ങൾ കായിരമായിരം ഓശാന. മാമല ചൂടും നാടാണ് ഇത്, മാമുനിമാരുടെ നാടാണ്. മാമല ചൂടും നാടാണ് ഇത്, മാമുനിമാരുടെ നാടാണ്. ത്യാഗത്തിൻ തറവാടാണ്, ത്യാഗത്തിൻ തറവാടാണ്. ഭാരത ജനനീ ജനയിത്രീ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ നായകരെ പടനായകരെ ആയിരമായിരം ഓശാന നിങ്ങൾ കായിരമായിരം ഓശാന. എൻ്റെ ഓർമ്മയിൽ 54 ഞാനിവിടെ വന്നത് കൊച്ചിയിൽ. അന്ന് 12 വയസ്സാണ്. അവിടെ മുതൽ ബായി കൽവെത്തിയിട്ട് ബന്ധപ്പെട്ട ആളാണ്. ബായനും പരിചയമുണ്ട്. നല്ല മനുഷ്യനായിരുന്നു, ഗായകനാണ്, എല്ലാം ആയിരുന്നു. അങ്ങനെ ബായിനെ പറ്റി നന്നായിട്ട് എനിക്കറിയാം. ബായിൻ്റെ ഒരു 2-3 കൂട്ടുകാരും ബായും കൂടെ എന്നെ ഒരു പ്രാവശ്യം ഒരു കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ച്. ഇവിടെ ആലിക്കാന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അയാളൊരു മകളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആ പെണ്ണിന് ആരുമില്ല, നീ കല്യാണം കഴിക്കണം, ഞാൻ അന്ന് പരിപാടി നടത്തുക, ആ പൈസ എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആലോചിച്ച് പറയാം വായെന്ന് പറഞ്ഞു. അപ്പോൾ വായിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് ഖാലിദിക്കാന്ന് പറഞ്ഞ ആളെ മരിച്ചുപോയി. ഒന്ന് പോത്തിൻ്റെ അസനിക്ക് ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. ഒന്ന് ബാർബർ ആലിക്കുട്ടിക്കായിരുന്നു. അവരെല്ലാവരും നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ച് സമ്മതം പറഞ്ഞോന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് വിവരം അറിയിച്ചിട്ടുണ്ട്, ഞാൻ അവരെ മറുപടി കിട്ടട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, അത് ഒഴിവാകാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെയും നിർബന്ധമായപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. പോയി അവിടുന്ന് കുറേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളെ കെട്ടിക്കാനുണ്ട് വായി, അതിൻ്റെ കല്യാണം കഴിയാതെ ഒരു നിവർത്തിയില്ലാന്ന്. വീട്ടിൽ പോയി ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല, കല്യാണം കഴിക്കാൻ പോലൊന്നും പറയില്ല. ഇവരെ കഴിഞ്ഞ് വട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ പറഞ്ഞു. അപ്പം വായി പറഞ്ഞാൽ ശരിയായാലും യത്തീമായ ഒരു പെൺകുട്ടീനെ രക്ഷിക്കേണ്ടതാണ്, അതിന് വരുന്ന എല്ലാ ചിലവുകളും ഞാൻ പരിപാടി നടത്തി ഞങ്ങൾ 4 പേരും കൂടെ കൂടിയിട്ട് എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മണ്ണിതിൽ കരുണയ്ക്കാണ് പഞ്ഞം. കൈനീട്ടിയ വല്ലതും കൊടുക്കുന്നവൻ, ഇല്ലാത്തോൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കുന്നവൻ, ഇല്ലാത്തോൻ കൈനീട്ടിയാൽ വല്ലതും കൊടുക്കുന്നവൻ. അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ സഹോദരരെ, അല്ലാഹുവിൻ പ്രിയദാസൻ. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല,
യത്തീമിൻ കൈ പിടിച്ച് അത്താഴമൂട്ടുന്നവൻ, യതീമിൻ കൈ പിടിച്ച് അത്താഴമൂട്ടുന്നവൻ, ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ സഹോദരരെ, ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ സഹോദരരെ, ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ സഹോദരരെ, ഉത്തമൻ അല്ലാഹുവിൻ കണ്ണിൽ. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം. അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരരെ, മണ്ണിൽ കരുണയ്ക്കാണ് പഞ്ഞം. അദ്ദേഹം ഇവിടെ ഒരുപാട് ഗാനമുത്തുകൾ സമ്മാനിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചെറുപ്പം വലിപ്പമില്ല. ചെറിയവർക്ക് വേണ്ടി മാത്രം പാടുള്ളൂ, അല്ല വലിയവർക്ക് വേണ്ടി മാത്രം പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു ഗായകരൊന്നുമില്ല. മറ്റുള്ള ഒരുപാട് പാടുന്ന മാതിരിയുള്ള പാട്ടുകളും അല്ല അദ്ദേഹം പാടുന്നത്. കാരണം അദ്ദേഹം നിമിഷ ഗായകനാണ്. അതിന് തെളിവാണ് ഈ കിടക്കുന്ന വള്ളങ്ങളും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിൽ അദ്ദേഹം ഇരുന്ന് പാടിയിട്ടുണ്ട്. കാറ്റേ നീ വീശരുതിപ്പം, കാറേ നീ പെയ്യരുതിപ്പം, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പോൾ, ആടും ചില റാണികളൊന്നായി കൂടും തരി മുത്തും വാരി, ക്ഷീണിച്ചൻ അതനറിഞ്ഞാൽ ഞാനെന്താണ് ഏകോതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ മറ്റുള്ള ഗായകർ പാടിയിട്ട് പല സമ്മാനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കാനോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ശ്രദ്ധിക്കാനോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗായകരും ഇതിനു വേണ്ടി തുനിഞ്ഞിട്ടില്ല. ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം പല ഭാഗങ്ങളിലുണ്ട്. അവരെ പോലും അന്വേഷിക്കുക പോലും പല ഗായകന്മാരും ശ്രദ്ധിച്ചിട്ടില്ല. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു വെള്ളില പോലെ, കാണാമാ തോണി പതുക്കെ ആലോലം നീങ്ങുന്നകലെ. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു വെള്ളില പോലെ, കാണാമാ തോണി പതുക്കെ ആലോലം നീങ്ങുന്നകലെ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ. ആടും ജലറാണികളൊന്നായി ചൂടും കരിമുത്തും വാരി, ക്ഷീണിച്ചെന്നാഥനണഞ്ഞാൽ ഞാൻ എന്താണ് ഏകുവതപ്പോ. ആടും ജലറാണികളൊന്നായി ചൂടും കരിമുത്തും വാരി, ക്ഷീണിച്ചെന്നാഥനണഞ്ഞാൽ ഞാൻ എന്താണ് ഏകുവതപ്പോൾ. നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ. കാറ്റേ നീ വീശരുതിപ്പോൾ. മുക്കുത്തി മുന്തിരിവള്ളിയും മൂവന്തി ഉറങ്ങും നേരം, ജമന്തി പൂക്കളറുക്കാൻ ഞാൻ എങ്ങനെ പോകുവതപ്പോ.
മുക്കുറ്റി മുന്തിരിവള്ളിയും മൂവന്തി ഉറങ്ങും നേരം ജമ്മന്തി പൂക്കളറുക്കാൻ ഞാൻ എങ്ങനെ പോകുവതപ്പോൾ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പോൾ കാറ്റേ നീ വീശരുതിപ്പോൾ. ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാറില്ല. പ്രോഗ്രാമിന് അരമണിക്കൂർ മുമ്പ് വന്ന് വിളിച്ച് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം വൈകുന്നേരം വന്നു നമുക്കിന്ന് ഫോർട്ട് വെച്ച് മുനിസിപ്പൽ ഓഫീസ് വരെ പോകണമെന്ന് പറഞ്ഞു. വയലിനെടുത്തോന്ന് പറഞ്ഞു. വയലിനെടുത്ത് അവിടെ ചെന്നപ്പം ഈ മഹാകവി ടാഗോറിൻ്റെ 100ാം വാർഷികം 50ാം വാർഷികം എന്തോ ആയിരുന്നു മരണത്തിൻ്റെ. അതിൻ്റെ ആവശ്യം വെച്ചിട്ട് അവിടെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിന് മെഹബൂബായി അവിടെ കയറിയിരുന്നു. അന്ന് 15 ബംഗാളി പാട്ടുകൾ പാടി. ഈ 15 പാട്ടുകളും അവിടെ ബംഗാളികൾ വളരെയധികം പേരുണ്ടായിരുന്നു. അവർ പിന്നീട് ഇങ്ങേരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര പരിശുദ്ധമായിട്ട് ബംഗാളി സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളർന്നത് ഫോർട്ട് വെച്ചുള്ള പഴയ മിലിറ്ററി ക്യാമ്പുകളിലെ ബംഗാളികളുടെ കൂടെയായിരുന്നു. അവിടെയാണ് ചെറുപ്പത്തിൽ പാടി വളർന്നത്. അന്ന് അങ്ങേര് പാടിയില്ല. അങ്ങേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധാരണ അങ്ങേര് ഒരു ബംഗാളി പാട്ട് പാടാറുണ്ട്. പാട്ട് ഞാനൊരു ഗായകനല്ലാത്തതുകൊണ്ട് പാടിയ ശരിയായില്ല എന്നുവരെയും അങ്ങേര് പാടുന്നത് പി ജെ എണ്ണി എന്നും അങ്ങേരെ കൊണ്ട് വിളിപ്പിച്ചിരുത്തി പാടിപ്പിക്കുന്ന ഒരു ബംഗാളി പാട്ടാണിത്. റോയിലോ അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. അയ്യയ്യ ഞാനാണ് മിസ്റ്റർ ബർമ. ബ്യൂട്ടി കരളിൽ കടന്നുകൂടി ഇവളാണെനിക്ക് ജോഡി. നിൽക്കുന്നു 4 ലേഡി കാണാനിതെന്ത് ബ്യൂട്ടി കരളിൽ കടന്നുകൂടി ഇവളാണെനിക്ക് ജോഡി. ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. ഞാനാണ് മിസ്റ്റർ ബർമ. മോശം എന്റെ ലൈഫ് തരുമോ എനിക്ക് വൈഫ്, അതുമില്ല എങ്കിൽ ബർമ വെറുതെ മരിക്കുമമ്മ. വെരി മോശം എന്റെ ലൈഫ് തരുമോ എനിക്ക് വൈഫ്, അതുമില്ല എങ്കിൽ ബർമ വെറുതെ മരിക്കുമമ്മ. അമ്മമ്മ ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. ഞാനാണ് മിസ്റ്റർ ബർമ.
കൊള്ളാം, സുഖമായി നമുക്ക് സൊള്ളാം. മുതുമൂപ്പിൽ കണ്ടുപോയാൽ മുതുകത്ത് തല്ലികൊള്ളും. ഞാനാണ് മിസ്റ്റർ വർമ്മ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ. ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. അയ്യ ഞാനാണ് മിസ്റ്റർ വർമ്മ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ. ഗതിയൊന്നുമില്ല ചുമ്മാ നടക്കുന്നു ചെല്ലമ്മ. ഞാനാണ് മിസ്റ്റർ വർമ്മ.